നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സ്വന്തം രമണനുമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം. രമണൻ തൻ്റെ മകനെയും കൂടി സിനിമയിലേക്ക് ആവാഹിച്ചിരിക്കുന്നു. ഹരിശ്രീ അശോകൻ്റെ ജീവിതരേഖയിലൂടെ JB ജംഗ്ഷൻ പ്രയാണം നടത്തുന്നു. ഇന്നത്തെ സിനിമാ ലോകം അശോകനെ ചെറുത് പഠിപ്പിച്ചോ? അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പഠിക്കും. അതിപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ, അവരോരുത്തരുടെ അനുഭവങ്ങൾ സത്യസന്ധമാണെങ്കിൽ അത് പഠിക്കും. എന്താ കാരണം, ഒരുപാട് ആൾക്കാർ അശോകൻ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പഠിപ്പിച്ച ഒരാൾക്കാരുടെ കാര്യം പറയാം. വരട്ടെ. ചേട്ടാ നമസ്കാരം. ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ മനസ്സിൽ തട്ടി ആ ഒരു ബന്ധം ഫീൽ ചെയ്യുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാൾ ചേട്ടൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടൻ എന്നെ എപ്പോൾ കണ്ടാലും പേര് വിളിക്കാറില്ല, എടാ എന്ന് വിളിക്കാറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. നമ്മൾ പണ്ട് മാനത്തെ കൊട്ടാരം ചെയ്തിരുന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, ദിലീപുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള വണ്ണത്തിന് നിങ്ങൾക്ക് ടെൻഷനില്ല. ഞാനും ദിലീപും വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് അകത്ത് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഷർട്ട് ഇടുന്നൊരു സമയം ഓർമ്മയുണ്ടാകും. അപ്പോൾ വണ്ണം വയ്ക്കാൻ എന്താണ് ചേട്ടാ മാർഗമെന്ന് ദിലീപ് ചോദിച്ചപ്പോൾ ചേട്ടനൊരു മറുപടി പറഞ്ഞിരുന്നു, ഒരു ഉപദേശം. ആ ഉപദേശം നമ്മളുടെ ഇടയിൽ വളരെ പോപ്പുലറാണ്. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ലേ? ദിലീപിനിട്ട് കൊടുത്ത പണിയെക്കുറിച്ചാണ്. ആദർശയ്ക്ക് ദിലീപിനോട് നല്ലൊരു സൗഹൃദമുണ്ട് ഇപ്പോഴും. അല്ല, ഞാനുണ്ട്. കാരണം വെച്ചാൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആദർശ എന്നെ വിളിക്കും. അവൻ ചെയ്യുന്ന സിനിമയിലോ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേട്ടാ ഇങ്ങനെ, അതുപോലെ അവൻ്റെ ഷോസൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചേട്ടാ വരാം, ഞങ്ങളിങ്ങനെ പുറത്ത് അല്ലെങ്കിൽ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കും. ഇപ്പം ഞാൻ ഇതിൽ തന്നെ ഒരു എൻ്റെ ഷോയിൽ തന്നെ അത് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിലൊരു പാട്ട് എഴുതി ട്യൂൺ ചെയ്ത നാദിർഷയാണ്, കൊച്ചിയെക്കുറിച്ചിട്ട്. ഈ നാദിർഷയുടെ ദിലീപിൻ്റെ കഥ, ദിലീപിനെ തടിവെക്കാനുള്ള നൽകിയിട്ടുള്ള അശോകൻ്റെ ഉപദേശം നിങ്ങളുടെ സർക്കിൾസിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ ആ ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ഈ പിള്ളേരാരെങ്കിലും വേണമെങ്കിൽ തടിവെപ്പിച്ചോട്ടെ വേണമെങ്കിൽ. ഇതിലിപ്പോൾ ആരും തടി വെക്കാനൊന്നുമില്ല. ഇല്ല, തടി വെക്കാനുള്ളത് അവർ വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അന്ന് ദിലീപിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കുറച്ച് ശരീരം വേണം. അതെ, അന്ന് ആ കോലം കണ്ടല്ലോ. അതെ, സിനിമ അന്നും നല്ല എയിം ഉണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ദിലീപ് ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞ്, ചേട്ടാ എനിക്കിത് തടി വെക്കണം ചേട്ടാ, എന്താ അതിനൊരു മാർഗം എന്ന് പറഞ്ഞു. ഞാൻ നിസ്സാര പണിയല്ലേ, എന്താണ്, എടപ്പാളൊരു തങ്ങളുണ്ട്, ആ തങ്ങളെ വിളിച്ചിട്ട് ദേശത്താണ് താമസിക്കുന്നത് ഇവൻ. അവൻ്റെ വീടിൻ്റെ അടുത്തൊരു ചായപ്പോല ഉണ്ടാക്കിയിട്ട് ആ തങ്ങൾ വരും. 41 ദിവസം അയാൾക്ക് അവിടെ താമസിക്കണം. ഈ തങ്ങൾ വരുമ്പോൾ ഒരു ആടിനെ കൊണ്ടുവരും, കൊച്ചാടിന്. ഈ ആടിന് 41 ദിവസം 21 പച്ചമരുന്ന് ഇടിച്ച് നെല്ലിൽ കൊടുത്ത് തീറ്റിക്കും. തീറ്റിച്ചിട്ട് 41ാമത്തെ ദിവസം ഇത് ബിസ്മി ചൊല്ലി, നീ വ്രതത്തിലായിരിക്കണം നിൻ്റേതായ രീതിയിൽ. 41ാമത്തെ ദിവസം ഇതിന് ബിസ്മി ചൊല്ലി ഇതിനെ മുറിക്കും. പുറത്താരും അറിയരുത്, ഇത് വളരെ സീക്രട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ തോല് ഉരിഞ്ഞ് മാറ്റി ഇതിൻ്റെ ഈ ആടിൻ്റെ തൊടയുടെ ഇറച്ചി ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കും. എന്നിട്ട് അത് ഉണക്കും. ഉണക്കിയിട്ട് നിനക്ക് എപ്പോൾ തടി വേണമെന്ന് വെച്ചാൽ അതിങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഒരു ബനിയൻ ഇട്ടാൽ മതി, ഓക്കെ ഇരിക്കും എന്ന് പറഞ്ഞു. അവനെന്നെ വളരെ ഇതൊന്നല്ല, ഇത് വിവരണം കൂടുതലുണ്ട്. പക്ഷേ അവസാന സ്റ്റേജ് വരെ ദിലീപ് വളരെയധികം താല്പര്യത്തോടെ ശ്രദ്ധിച്ചു. അതിന്റെ ബിൽഡപ്പ് അതായിരുന്നു. അതിങ്ങനെ വന്നിട്ട് വ്രതം എടുക്കണം, വ്രതം എടുക്കുമ്പോൾ 21 പച്ചമരുന്ന് ചിലപ്പോൾ ഇവിടെ കിട്ടില്ലായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെ കിട്ടാത്ത പച്ചമരുന്ന് എവിടെ കിട്ടും നേരത്തെ കണ്ടുപിടിക്കണം. കാരണം അത് പച്ചമരുന്ന് കടയിൽ തന്നെ എല്ലാം കിട്ടാൻ ചാൻസ് ഇല്ല. കുറുന്തോട്ടി ഒക്കെ സാധനം നമുക്ക് ഇവിടുന്ന് പറിച്ചെടുക്കാം, അല്ലാത്തൊക്കെ ഇവിടെ കിട്ടുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങൾ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഇവനത് വിശ്വസിച്ചു. അതെടുത്ത് പിന്നെ ഇത് വേറെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേറെ ആരും അറിയരുത്, വളരെ സീക്രട്ടാണ്. ഇവിടെ ഭക്ഷണം ഒന്നും വേണ്ട, ഇത് നീ കണ്ട അവസാനം ഇത് ഉണ്ടാക്കുന്ന കണ്ടോ എന്നിട്ട് അവസാനം ഇതിങ്ങനെ മുറിച്ച് ഉണക്കി ഇവിടെ വെച്ച് കെട്ടിയിട്ട് ബനിയൻ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഷർട്ടിട്ടാൽ മതി എന്നപ്പോൾ എന്നെ ഇടിക്കാൻ പഠിച്ചിട്ട്. പക്ഷേ ദിലീപ് അന്നത്തെ കാലഘട്ടത്തിൽ അല്പം തടി വെക്കാൻ വേണ്ടി സെറ്ററൊക്കെ ഇട്ട് നടക്കുന്ന ആളായിരുന്നല്ലേ? ഷർട്ടിൻ്റെ ഉള്ളിൽ സെറ്റൊക്കെ ഇട്ടുണ്ട്. ദിലീപുമായിട്ടുള്ള അശോകൻ്റെ ഒരു കോമ്പിനേഷൻ മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു. നല്ല ഒരുപാട് കോമ്പിനേഷൻസ്. ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു, ഉഗ്രൻ സ്ക്രീൻ പ്ലേ, ഉഗ്രൻ സീൻ ഓർഡർ, ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് എല്ലാം ഉണ്ടല്ലോ. ഒരു മലയാള സിനിമയിൽ എക്സ്പെഷ്യലി വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ആ സിനിമയെക്കുറിച്ച് ഒരാൾ പറയുന്നു, നോക്കട്ടെ. ഹരിശ്രീ അശോകൻ്റെ പേര് ഒരിക്കലും ഒരാൾ മാറ്റിയിട്ടുണ്ട്. അശോകൻ അത് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പഞ്ചാബി ഹൗസിൻ്റെ ഷൂട്ടിംഗ് വേളയിലാണ് അവിടെ ഹനീഫിക്കയും അശോകനുമായിട്ടുള്ള ഒരു രംഗം എടുക്കുന്നതിനിടയിൽ അശോകൻ ഹനീഫിക്കയെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് ഉരുളുകയോ മറ്റോ ചെയ്യുന്നു. അപ്പോൾ അശോകനൊന്ന് മുടി ചെറുതായിട്ട് കൊഴിഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ ഈ കൊഴിച്ചൽ പുറത്ത് അറിയാതിരിക്കാൻ കുറച്ച് ഒരു കറുത്ത
എന്തോ സാധനം പുരട്ടും തലയിൽ, ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, തിക്നെസ് കുറഞ്ഞത് അറിയാതിരിക്കാൻ വേണ്ടി. ഇത് മുഴുവൻ ഹനീഫിക്കയുടെ ദേഹത്തായി, ആ കറുത്ത കളറിലുള്ള സാധനങ്ങൾ. ഉടനെ ഹനീഫിക്ക പറഞ്ഞു, നീ ഹരിശ്രീ അശോകനല്ലടാ, കരിശ്രീ അശോകനാണ്. അതിനുശേഷം പിന്നെ എടപ്പാളിലെ തങ്ങൾ നൽകിയ മരുന്ന് ഉപയോഗിച്ചിട്ടല്ലേ ഇപ്പം മുടി വളർത്തിയത്? ഇത് മുടിയല്ല, ഇത് ഇതല്ല, വിഗാണ്. വിഗാണോ? അറിയുന്നില്ലല്ലോ, അതാണ് എൻ്റെ കഴിവ്. നമ്മൾ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാലും അത് അറിയില്ല. ഞാൻ വിചാരിച്ച എടപ്പാളിലെ തങ്ങളുടെ മരുന്ന് വല്ലതും കഴിച്ചിട്ട് ഇല്ലില്ല, ഇങ്ങനെ ആയതാണ്. ഇതൊക്കെ വിഗ് വെക്കുന്നത്. ഇതൊക്കെ ടോപ്പ് ടീമാണ് സിനിമയിലുള്ള പലരും. ഇതും ടോപ്പാണ്. സൗഹൃദ കൂട്ടായ്മയിൽ അശോകനാണ് കേന്ദ്ര കഥാപാത്രം, ചിരിയും പാട്ടും. പക്ഷെ അശോകൻ ചിരിപ്പിക്കുമെങ്കിൽ പോലും അശോകൻ്റെ പാട്ടുകൾക്കെല്ലാം ഒരു കണ്ണുനീർ സ്പർശമുണ്ട്. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചു, അതാണ് അശോകൻ്റെ സ്ഥിരം പാട്ടെന്ന് ഒരാളിനോട് പറഞ്ഞത്. ഹൃദയവാഹിനിയായിരുന്നു സ്ഥിരം. ഹൃദയവാഹിനി. അത് ഒന്ന് തുടങ്ങിയാൽ നമുക്കൊന്ന് പിടിച്ചാലും. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ട്, അത് പറയാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ അമേരിക്ക പ്രോഗ്രാമിന് നിന്നപ്പോൾ ഡാലസിൽ യേശുദാസിൻ്റെ ദാസേൻ്റെ വീട്ടിൽ ചെന്നു. ദാസേൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ദാസൻ അവിടെ നിന്ന് കാപ്പിയെ കുടിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതല്ലേ വന്നോ പോട്ടെ. ദാസേട്ടനോട് പറഞ്ഞപ്പോൾ ദാസേട്ടൻ ആ പാൻറ് ഷർട്ട് ഇട്ടത് പുറത്തുനിന്ന് വന്നിട്ട്, ദാസേട്ടൻ എനിക്ക് 2 ഫോട്ടോ എടുക്കണം ദാസേട്ടൻ, എൻ്റെ പുതിയ വീട്ടിൽ വെക്കാനാണ്, എൻ്റെ വീട് പണിയുണ്ടായിരുന്നു, അവിടെ വെക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോയിട്ട് എൻ്റെ യൂണിഫോം ഇട്ടിട്ടും വരാമെന്ന് പറഞ്ഞ് പുള്ളി പോയി ജുബ്ബയും മുണ്ടോ കൊടുത്തു വന്നിട്ട് ആ പോവാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് പുള്ളി എഴുന്നേറ്റ് പോകുമ്പോൾ തിരിച്ച് നിന്നിട്ട് പറഞ്ഞു, മലയാള സിനിമയിൽ പാടാനറിയാവുന്ന ഒരാളാണ് അശോകൻ. അത് ഞാൻ കൈരളിയുടെ പരിപാടി എന്തോ നമ്മുടെ ബോൾഗാട്ടിൽ വെച്ചുണ്ടായപ്പോൾ ഞാൻ പാടി, അപ്പോൾ അത് കീപ്പ് ചെയ്യണം. ഓക്കെ, അത് വീണ്ടും പറഞ്ഞു. അതൊരു ആരുടെ വായിന്ന് കേൾക്കണത് ദാസാറിന്. അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാടുക, അതാണ് തൊണ്ട ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന്. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി, മധുര സ്നേഹ തരംഗിണിയായി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി, മധുര സ്നേഹ തരംഗിണിയായി. കാലമമാകാശ ഗോപുര നിഴലിൽ, കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി, കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി, മധുര സ്നേഹ തരംഗിണിയായി. കലക്കി അശോകൻ പാടിയെന്നറിയോ? അതിൽ കംപ്ലീറ്റ് ലയിച്ചുകൊണ്ടാണ് പാടി. അതെ, നല്ല ഫീലുള്ളൊരു പാട്ടാണത്. അതെ, എല്ലാ പാട്ടിനും അതിൻ്റെ ഫീലുണ്ട്. പക്ഷെ അതിൽ അശോകൻ അത് ആ ഫീൽ ചെയ്ത് തന്നെ അങ്ങോട്ട് പാടി. എൻ്റെ അടുത്ത് അനുപല്ലവിയൊക്കെ അതുപോലെ തന്നെ ഭയങ്കര അർത്ഥമുള്ള അച്ഛനാ മേരിവിൽ. പഴയ പാട്ടുകളാണ് അശോകൻ ഇഷ്ടമല്ലേ? അല്ല, എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എല്ലാ നല്ല പാട്ടുകൾ. പുതിയ ജനറേഷനിലെ ന്യൂ ജനറേഷനിൽപ്പെട്ട പുതിയ പാട്ടുകൾ നല്ലത് കുറേ ഉണ്ട്. അടിപൊളി പാട്ടുകളോടൊന്നും എല്ലാം ഇഷ്ടമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ആളല്ല, എല്ലാത്തിനും ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതിൻ്റെ അകത്തുള്ള കലയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട്. അതാണ് ഒരു കലാകാരൻ്റെ സമ്പൂർണ്ണത. പക്ഷേ ഈ സിനിമയിൽ അശോകന് കിട്ടിയിട്ടുള്ള പല വേഷങ്ങളിലും ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളത് കള്ളം വേഷങ്ങളാണ്. അത് പണ്ടെന്നല്ല ഇപ്പോഴും ജോണി ആൻ്റണി പറയും, കള്ളനായിട്ട് അഭിനയിക്കാൻ അശോകൻ ചേട്ടൻ ഓക്കെ എന്ന്. ഞാൻ എന്താ അങ്ങനെ ഒരു കള്ള ലക്ഷണം നിൻ്റെ കള്ള ദൃഷ്ടി. ഞാൻ പറഞ്ഞത് എൻ്റെ കുഴപ്പമല്ല, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ് മോനെ. ആരെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്? ജോണി ആൻ്റണി. പറഞ്ഞാൽ അയാളെ നമ്മൾ വരുത്തിക്കും. നമ്മൾ ഇത്രയും ഒരു കോമിക് ഫേസുള്ള, എന്നാൽ ഇവിടെയൊക്കെ ഒരു നന്മ തോന്നുന്ന, ഒരു ഇഷ്ടം തോന്നുന്ന ഒരു മുഖം അശോകേട്ടനുണ്ട്. എനിക്ക് അശോകേട്ടനോട് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഇതുള്ളൂ. അശോകേട്ടൻ മലയാള സിനിമയിൽ
എത്ര തവണ കള്ളനായിട്ടുണ്ട്, എത്ര തവണ കള്ളൻ്റെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? അതാണ് എൻ്റെ ചെറിയ ഒരു ചോദ്യം. അശോകനിലെ കള്ളനെ അടിവരയിടാൻ വേണ്ടിയുള്ള തട്ടിപ്പാട്ടാ ഇത് ജോണിയുടെ. വേറെ വേഷത്തിന് വിളിക്കാതിരിക്കാൻ വേണ്ടിയാ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കാൻ, വീട്ടിലെ കാര്യങ്ങളും സിനിമയെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ജോണിക്ക് പറയും, ചില ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോൾ ജോണി പറയും, എന്നാലും കള്ളൻ്റെ വേഷം ചെയ്യാൻ അശോകൻ ചേട്ടൻ. ഞാൻ പിന്നെ അത് എനിക്ക് മനസ്സിലായി, നിൻ്റെ പടത്തിൽ കള്ളൻ്റെ വേഷം ഇല്ലെന്ന് പറയാനായിട്ടല്ലേ, അതിനല്ലേ വിളിക്കൊള്ളുന്നത്. CAD മൂസ ആ ഒരു സിനിമയിലെ രംഗങ്ങൾ ഒരുപക്ഷെ മലയാളിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. സെബി ഉദയൻ്റെ സ്ക്രിപ്റ്റാണത്. കാരണം ഇങ്ങനെ ഒരു സിനിമ എഴുതാൻ വലിയ പാടാണ്. ഒരു കോമഡി വെച്ചിട്ടൊരു ടോം ആൻഡ് ജെറി ടൈപ്പ് ഒരു സബ്ജക്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കാരണം അതിൻ്റെ അകത്തൊരു കഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി സിറ്റുവേഷനും ഡയലോഗ് കോമഡീസുമാണ്. അത് കുറേ വാരി നിറച്ച ഒരു സിനിമയാണത്. ശരിക്കും പറഞ്ഞാൽ ജോണി ആൻ്റണിൻ്റെ ഫസ്റ്റ് സിനിമ ഇൻഡിവിജ്വലായിട്ട് ഡയറക്റ്റ് ചെയ്ത് അതിനൊരു 4 പടത്തിൻ്റെ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന് ജോണി ആൻ്റണിക്ക് മാത്രമല്ല, തിരക്കഥ സെബി ഉദയന്മാർക്കും അസോസിയേറ്റും ആർട്ടിസ്റ്റുകളും എല്ലാവരും ശരിക്ക് അധ്വാനിച്ച് ടയേർഡായ ഒരു പടമാണ്. പക്ഷേ ആ ക്ഷീണം അറിഞ്ഞില്ല. കാരണം ആദ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും തമാശ പറയാൻ തുടങ്ങും. അങ്ങനെ ഇത് ഡ്രോപ്പ് ആവാതെ ചെയ്തൊരു പടമാണത്. അശോകൻ വല്ലാതെ മലയാള സിനിമയിൽ അങ്ങ് തിരക്കായി തുടങ്ങി. നായകന്മാർ പോലും അശോകൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിന്നു. ഒരു കാലഘട്ടത്തിൽ അശോകൻ അങ്ങനെയായി. ഞാനതൊന്നും അറിയുന്നില്ല അവർ കാത്തിരിക്കണ കാര്യം. ഞാൻ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാത്തിരുന്ന സിനിമ ഞാൻ കാണിച്ചു തരാൻ വേണേ. അതേതാണ് അശോകന് വേണ്ടിയിട്ട് 1 മാസത്തെ ഷൂട്ട് മാറ്റിവെച്ചു. ദിലീപ് കാണിച്ചു തരാം. അതെ, അതന്നെ കണ്ടോ. അപ്പോൾ അശോകനെ അറിയാം. അതൊക്കെ ആ കുപ്പിയൊക്കെ പിടിച്ച് കഴിക്കുമ്പോൾ അശോകൻ്റെ ഒരു ഒറിജിനാലിറ്റി, പ്രത്യേകിച്ച് എത്രയോ കാലം അശോകൻ ഈ പൈൻറ്റ് കുപ്പിയൊക്കെ പിടിച്ചിട്ടുള്ളതല്ലേ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കത്തി കുത്തുന്നവനും കുത്തുകൊണ്ട് ചാകുന്നവനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണോ? പക്ഷെ അശോകൻ ഈ പൈൻറ്റുമായിട്ടൊരു സവിശേഷമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. എന്താ കാരണം അറിയോ? അശോകനാണ് നിരവധി പേരെ വൈപ്പിൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അത് പൈൻ്റായിട്ടല്ല, അത് ഫുള്ളായിട്ടുള്ള ബന്ധമാണ്. ഫുള്ളായിട്ട്. ഓക്കെ, ആ ഫുള്ളിൽ അശോകൻ ആ ഒരു ഏട് ഒരുപക്ഷെ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ആ ഒരു അംഗീകാരം, ആ ഒരു പ്രാർത്ഥനയും അംഗീകാരമല്ലല്ലോ, അവിടെ ഒരു ഈശ്വരൻ്റെ ഒരു ചിലരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു അംഗീകാരം. അവിചാരിതമായിട്ടാണെങ്കിലും ഒരു ദൈവദൂതനെ പോലെ അശോകനോട് പ്രത്യക്ഷപ്പെട്ടു, ഹെർക്കുലീസ് റമ്മുമായിട്ട്. അതെ അതെ, ആദ്യമായിട്ടായിരിക്കും മാലാകന്മാരുടെ കയ്യിൽ ഹെർക്കുലീസ് റമ്മിൻ്റെ ഫുൾ ബോട്ടിൽ. മാലാകൻ. മാലാകൻ, ശരിയാണ് ഞാൻ പറയുന്നത്. അശോക, അതെ, ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വഴിത്തിരിവുകളിൽ ഇങ്ങനെ ഓരോ പടികൾ കയറി ഇങ്ങനെ വന്ന സമയത്ത് കലാഭവൻ്റെ പരേഡിലേക്ക് വരുന്ന സമയത്താണ്, ഗാനമേളയുടെ ഇൻ്റർവ്യൂവിൽ മിമിക്രി പറയുന്ന സമയത്താണ് നാടകത്തിൽ നിന്ന് അമച്വർ നാടകം കളിക്കുന്നുണ്ടായിരുന്നു. പ്രൊഫഷണൽ നാടകം കളിക്കുമ്പോൾ ഞാൻ അമച്വർ നാടക കോമ്പറ്റീഷന് പോകും. അത് ഞങ്ങൾ കളിച്ച ഒരു നാടകം ഉണ്ടായിരുന്നു, ഒരാനയും കുറേ പാപ്പാന്മാരും എന്ന് പറയുന്ന നാടകം. ആ നാടകം വൈപ്പിനിൽ കളിക്കുകയാണ്. അതായത് ഓണത്തിൻ്റെ സമയത്ത് കോമ്പറ്റീഷൻ. ഞാൻ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെ 3 മാട്ട പരിപാടി, അതായത് ഹരിശ്രീയുടെ കലാപൻ്റെ അല്ലാത്ത പരിപാടികൾ ഒരു 3 എണ്ണം അമ്പലത്തിൻ്റെ ഈ ഓണത്തിൻ്റെ അനുബന്ധിച്ച്. ആ പരിപാടിയും കഴിഞ്ഞ്, അപ്പോൾ പരിപാടി സമയത്ത് നമ്മൾ മദ്യപിക്കില്ല. ഒരു ഫുൾ റെക്കുലീസ് ഞാനും മച്ചാൻ പറീസും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ജോസ് എന്ന് പറഞ്ഞാൽ, പരിപാടി കഴിഞ്ഞിട്ട് അവർ ഫുള്ള് വാങ്ങിച്ച് നമുക്ക് നാടകം നടത്തണം. അങ്ങോട്ട് അന്ന് ഞാൻ അതിൽ നാടകം കളിച്ചിരുന്ന വെച്ചാൽ മെയിൻ റോൾ ഞാനായിരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന് പകരം വേറെ വിജയൻ തന്നെ ഒരു ആർട്ടിസ്റ്റ് വന്നു. നമുക്ക് അങ്ങോട്ട് ചെല്ലാം, എന്താ കോമ്പറ്റീഷൻ എന്താണെന്ന് അറിയാമെന്ന് പറഞ്ഞ് ഈ ഫുള്ള് വാങ്ങിച്ച് അവിടെ ചെന്നു. അതിന് മുമ്പിലൊരു ചെറിയ ചായപ്പ് കടയുണ്ട്, ചായക്കട. അപ്പോൾ നമുക്ക് ഓരോന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാം, അല്ലെങ്കിൽ ഇതുങ്ങളെല്ലാം കൂടി തീർത്ത് കളയോ. അത് ഒന്ന് വിട്ടിട്ട് പോവാം. നേരെ അവിടെ കയറി ഞങ്ങൾ മച്ചാൻ പറീസ് ഞാനും ജോസും കൂടി അവിടെ കയറി സവാള വടയും ബീഫ് കറിയും മേടിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിച്ച് ഭക്ഷണവും കഴിച്ചത്. അപ്പോൾ ഈ 2 ചേട്ടനന്യന്മാരാണ് ഈ ചായക്കട നടത്തുന്നത്. അവരോട് ഞാൻ ചോദിച്ചു, ചേട്ടാ കഴിക്കണം അവരെന്ന്. വേണ്ട മക്കളെ, ഞങ്ങളിപ്പോൾ അരക്കുപ്പി ചാരായം വീതം വാങ്ങിച്ച് കഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കട അടക്കാൻ പോവല്ലേ, എന്നാലും വരുന്ന കഴിക്കുന്നു തന്നെ. അങ്ങനെ ഞങ്ങൾ ഒരു 2 പെഗ് അവർക്കും കൊടുത്തു. ഞങ്ങൾ നാടകം കഴിഞ്ഞു, അവിടെ നിന്ന് എല്ലാവരുമായിട്ട് ആടിപ്പാടി ഉല്ലസിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. പിറ്റേ ദിവസമാണ് ഈ വാർത്ത പേപ്പറിൽ വരുന്നത്, ചാരായം കുടിച്ച് പലരെ കണ്ണുപോയെന്നും മരിച്ചു പോയെന്നൊക്കെയുള്ള. ഈ ചേട്ടന്മാരിൽ ഒരാൾ ഞങ്ങളുടെ ഇവിടെ കടത്ത് കിടന്ന് ഇപ്പുറത്ത് വന്നു. അത് വന്നിട്ട് പറഞ്ഞ് ഹെർക്കുലീസ് റമ്മായിരുന്നു അതിന് പ്രതിവിധി. അതായത് പിന്നെ ഈ പറഞ്ഞ
വിഷച്ചാറായത്തിൻ്റെ മറുമരുന്ന് അത് ജനറൽ ഹോസ്പിറ്റലിലും മറ്റു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ഇതായിരുന്നു, റമ്മ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ടെലഫോൺസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ളൊരു നമ്പൂതിരിയുടെ മദ്യം സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അശോകനല്ലേ? നിങ്ങൾ സമ്മതിച്ചാൽ ഇതൊക്കെ എങ്ങനെ ചോർത്തിയെടുത്ത്. അതായത് അവിടെ ഒരു ബ്രാഹ്മണൻ അങ്ങനെ എന്തോ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ബ്രാഹ്മണൻ തോന്നുന്നു, പുള്ളി മിലിറ്ററിയിലായിരുന്നു, എക്സ് മിലിറ്ററി. കോട്ട കിട്ടും, പുതിയ കോട്ട കിട്ടും, ബ്രാൻഡ് ചെയ്തൊക്കെ. അപ്പം ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടി നിൽക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വേറൊരു സുഹൃത്തുണ്ട് അവിടെ തന്നെ. നമ്മളത് പതുക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കൂട്ടിയിട്ട് വെച്ചിട്ട് മൂടി വെക്കും. അത് തന്നെ അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ സ്റ്റാഫ് തന്നെ പൈസ കൊടുത്ത് മേടിക്കും. എന്നിട്ട് അവർ തന്നെ ഇങ്ങനെ ചീട്ട് കളിക്കുന്ന സമയത്തൊക്കെ, തിരുമേനി ഉഗ്ര സാധനം കേട്ടോ, അങ്ങോട്ട് എഫക്റ്റ് ആണല്ലോ കഴിച്ചിട്ട്. എന്തായത് പച്ചവെള്ളമല്ലേ, പിന്നെ എങ്ങനെ എഫക്റ്റ് ആയിട്ടാണ്? മിലിറ്ററി ഒരു സംഭവം തന്നെയല്ലേ, എന്ത് സംഭവം, നമ്മളെടുത്തടിക്കുക, വെള്ളം കൂട്ടുക, അത് തന്നെ. പക്ഷേ അതൊക്കെ ഒരു മദ്യപിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മദ്യപിക്കാനുള്ള ആഗ്രഹം കൊതി കൊണ്ടിട്ടല്ല, അത് അതിൻ്റെ അകത്തൊരു ത്രില്ലുണ്ട് അത് ചെയ്യുന്നതിൽ, ഒരു രസം, ആ രസത്തിന് വേണ്ടി ചെയ്തെന്നുള്ളൂ. ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെ ഒരാളെ ദ്രോഹിക്കല്ല അത്, പക്ഷെ അത് വിറ്റ് പോകുന്നുണ്ട്, ഗുണമാണ് ശരിക്കും, കഴിക്കുന്നവന് ഗുണമാണത്. പക്ഷെ ഈ മായം ചേർക്കുക എന്നുള്ളത് അശോകൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബിയാണെന്ന് ചിലർ പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റിന് പോയാൽ പോലും മൂത്രത്തിൽ വെള്ളം ചേർത്ത് ഡോക്ടറെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വം അല്ല, മനഃപൂർവ്വമല്ല. ഞാൻ ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരീരം ഭയങ്കരമായിട്ട് ടയർഡാണ്. അപ്പോൾ പറഞ്ഞു ഉറക്കം നിന്നിട്ട്, ജയറാമും ഞാനും പട്ടാഭിഷേകം തന്നെ പടം ചെയ്യുമ്പോൾ ഉറക്കം നിന്നിട്ടായിരിക്കൂടാന്ന് എന്നോട് ജയറാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം, എന്തായാലും ഷുഗർ ഉണ്ടോ ഒന്നും ചെക്ക് ചെയ്തൊന്ന്. ബാബു, ഡയറക്ടർ അനിൽ ബാബു ആയിരുന്നു, ബാബു പറഞ്ഞു ഷുഗറും ചെക്ക് ചെയ്തേക്കാം അശോകൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഒരു ക്ലിനിക്കിൽ പോയി ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെന്നു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിപ്പുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അരിശ്വര അശോകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമസ്കാരം. അപ്പോൾ അവിടെ കുറേ നഴ്സുമാരുണ്ട്, ഒരു പ്രായമായ ഒരു നഴ്സുണ്ട് അവിടെ. ആ നഴ്സിന് എന്ത് നമ്മളെ ഇഷ്ടമായില്ല. എനിക്ക് തോന്നുന്നു പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ നടന്നിട്ട് അവസരം കിട്ടാതെ വന്ന സിനിമയുള്ള പുച്ഛമാണോ ഇല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് മോശമായത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല. അയാൾ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ പേര് എഴുതി അരിശ്വര അശോകൻ, വയസ്സ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മാത്രം നോക്കുന്നില്ല, ചിരിക്കുന്നില്ല. അവരെ കഴിഞ്ഞപ്പോൾ ആരാ അരിശ്വര അശോകൻ? ഞാനാ. നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യണം, പിന്നെ മൂത്രം ടെസ്റ്റ് ചെയ്യണം, അത് എടുക്കണുണ്ടോ? അപ്പോൾ ഞാൻ പിന്നെ എടുക്കാം. എനിക്ക് ചമ്മലായി, ഇത്രയും പെണ്ണുങ്ങളൊക്കെ ഇരിക്കുന്ന അവൻ്റെ ഇടയിൽ മൂത്രം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇത്. അപ്പം ഞാൻ പോയി വേഗം മൂത്രം എടുത്ത് പ്രേക്ഷിച്ച സമയത്ത് ഈ സാധനം കൈ തട്ടി മറിഞ്ഞു പോയി, മൂത്രം പോയി. പിന്നെ മൂത്രം ഒഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, മൂത്രം എടുക്കാൻ വലിയ പണി, പിന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ, മൂത്രം ഇല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ തെറിയല്ല, അവർ പറഞ്ഞു എന്താ മൂത്രം ചെയ്ത്, അത് ഞാൻ വിശദീകരിക്കണം. അതിനേക്കാൾ നല്ല പൈപ്പിൽ നിന്ന് നിറച്ച് വെള്ളം എടുത്തിട്ട് മൂടി തുടച്ചൊക്കെ ഞാൻ കൊണ്ടേ കൊടുത്തു. ഞാൻ പറഞ്ഞ ഡ്രൈവറെ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ റിസൾട്ട് മേടിച്ചേക്കട്ടാന്ന് പറഞ്ഞു. വൈകുന്നേരം ചെന്ന് മേടിച്ചപ്പോൾ എന്താ അതിൻ്റെ അകത്ത് മൂത്രത്തിൽ ക്ലോറിൻ. മൂത്രത്തിൽ എന്താ 150% ക്ലോറിൻ. അത് ആദ്യമായിട്ടാണ് മൂത്രത്തിൽ ക്ലോറിൻ ഉണ്ടെന്ന് അറിയുന്നത്. ഇടുങ്ങിപ്പോയവർ. അശോകൻ്റെ സിനിമ ഏടുകൾ നോക്കുകയാണെങ്കിൽ ദിലീപിനോടൊപ്പം തന്നെ ജയറാവുമായിട്ടുള്ള ചില കോമ്പിനേഷൻസ് വളരെ ശ്രദ്ധിക്കും. അയ്യോ, ഒരുപക്ഷെ ഇത്ര നന്നായി സിങ്കായിട്ടുള്ള നടന്മാരുണ്ടാവില്ല. ജയറാമും ശരിക്കും ജയറാം, ദിലീപ്, മുകേഷ് പടമൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇതിൻ്റെ ഓരോ സീനുകളും അതെ ആൾക്കാർക്ക് ഇപ്പോഴും വേണം പെട്ടെന്ന്. രാജൻഗിരിയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ്, അനിൽ ബാബുവിൻ്റെ ഡയറക്ഷൻ. ഈ മികച്ച സംവിധായകന്മാർക്കെല്ലാം അശോകനോട് വലിയ താല്പര്യമാണ്, സൗഹൃദമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ അശോകൻ എന്നുള്ള കഴിവുള്ള ഒരു നടനെ പല കാലഘട്ടത്തിലും മലയാള സിനിമ പയ്യങ്ങ് മാറ്റി നിർത്തി. ചില സമയത്തൊന്നും അശോകനെ കാണാനില്ല സിനിമയിൽ. മലയാള സിനിമയുടെ അനുസ്യൂതമായ പ്രഭാഗത്തിൽ ചില സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആണ് അശോകൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കറിയാം. ഞാൻ വളരെ കുറവാണ് സിനിമയിലിപ്പോൾ. എന്ത് പറ്റി അശോകൻ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാലല്ലേ ഞാൻ അങ്ങനെ എൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുള്ളൂ. ഒരു പക്ഷേ എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കാം മലയാള സിനിമ, അതല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പടങ്ങളിൽ അങ്ങനെയുള്ള വേഷങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അശോകൻ ഇപ്പം മലയാള സിനിമയിൽ നിന്ന് ഔട്ടായോ?
ഒരു വാക്കുണ്ട് അങ്ങനെ, ഇല്ലെങ്കിൽ പടങ്ങളില്ലെങ്കിൽ ഔട്ടായി എന്ന് പറയാനായിട്ട്. പല നടന്മാരും ഇപ്പം അവൻ ഔട്ടായി കേട്ടോ, അവനില്ല. ഇത്രയും സജീവമായി നിറഞ്ഞു നിന്ന അശോകൻ ഈ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, മാറി നിന്നല്ല അത്, മാറി നിൽക്കുക എന്ന് പറയുന്നത് ഇൻവേർട്ടർ കോമ, അല്ലെങ്കിൽ മാറ്റി നിർത്തുക. മാറ്റി നിർത്തിയതും ആയിരിക്കില്ല ചിലപ്പോൾ, സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ചോദിച്ചില്ലേ ആൾക്കാരോട്? ഞാൻ എന്താ ചോദിക്കണത്, എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സിനിമയിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനൊരു വേഷമാണ് അവർക്ക് ആവശ്യം, ഞാൻ ചെയ്യേണ്ടത് ഇനി. അപ്പോൾ അങ്ങനൊരു വേഷം വരാതെ അവർക്ക് എന്നെ വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ എല്ലാ സുഹൃത്തുക്കളും, ഇപ്പോൾ ജോണി ആൻ്റണി, ലാൽ ജോസ്, പിന്നെ അതുപോലെ തന്നെ സിബി ഉദയന്മാർ, ദിലീപ്, അവർക്ക് അങ്ങനെ ത്രൂ ഔട്ട് കളിക്കാൻ പറ്റിയ ഒരു വേഷം ഞാൻ ചെയ്തത്, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്. മറ്റൊന്ന്, നമ്മൾ കുറച്ച് പടങ്ങളിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ അപ്പോൾ ആരാണ് അവിടെ ആ സ്ഥാനത്തേക്ക് വരുന്നത് വെച്ചാൽ അവർക്ക് കുറേ കളറുണ്ടാവും ആ സമയത്ത്. ഇനി അവരൊരു സമയമായിരിക്കും കുറച്ച് കാലം. അപ്പം അത് അങ്ങനെ എനിക്കും പറ്റിയിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. വേറെ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു പുതുതായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയാൽ ആ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ല തിരക്കുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പുറത്തൊരു ഹോട്ടൽ വരികയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇത്തിരി കച്ചവടം കുറയും. അങ്ങനെ സംഭവിക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അശോകൻ്റെ അകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ വിഷമവും ഇല്ല. ഞാൻ എന്തിനാ വിഷമിക്കണേ? എനിക്ക് എന്തുണ്ടായിരുന്നു ആദ്യം? എനിക്കിങ്ങനെ എൻ്റെ ഇമേജും കൊണ്ട് ഇങ്ങനെ പോകണം, മരണം വരെ എനിക്ക് അഭിനയിക്കണം എന്നുണ്ട്, മരണം വരെ. അതെനിക്ക് അവസരം കിട്ടാൻ ചെയ്യാൻ പറ്റുമോ? അവസരം കിട്ടിയപ്പോഴല്ലേ പണ്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനെങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റിയ ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് പറ്റിയൊരു വേഷം ഞങ്ങളുടെ സിനിമയിൽ ഇല്ല. അങ്ങനെ സിനിമ നമുക്ക് ഉണ്ടാകുമ്പോൾ ചെയ്താൽ മതി എന്ന് എനിക്കൊരു അഡ്വൈസും കൂടി അവർ തന്നിട്ടുണ്ട്. കാരണം ഇപ്പം അങ്ങനെ കയറിയിട്ട് ചെറിയ വേഷങ്ങൾ ചെയ്യണ്ട. പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പല ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അവരുടെ പടമായതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇനി വരുന്ന 2 സിനിമകൾ എൻ്റെ നല്ല സിനിമകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനും ആലോചിച്ചു, വെറുതെ കുറേ സിനിമകൾ ചെയ്തിട്ട് കാര്യമില്ല. നല്ല സിനിമകൾ എന്ന് പറയുന്നത് ഓടുന്ന സിനിമകൾ, അതിന് നല്ല വേഷമായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്ത ഒരു വേഷമല്ലാതെ ഒരു വേഷം കിട്ടുമെന്ന് നോക്കണം. പക്ഷെ അശോകൻ, ഞാൻ പറയുന്നത് വെച്ചാൽ അശോകൻ വൈവിധ്യമാർന്ന റോളുകളിൽ ശോഭിച്ചിട്ടുള്ളൊരു നടനാണ്. ഒരു ടൈപ്പ് റോളുകളിൽ മാത്രമല്ല, ഏതെല്ലാം റോളുകളിലും. ഇത് നമ്മൾ കുറേ അവരോട് പറഞ്ഞു, ഇത് നമുക്ക് എന്തെങ്കിലും ഒരു അവാർഡിന് അടക്കണം. അത് അവർ തന്നെ ഇങ്ങോട്ട് ആദ്യം പറഞ്ഞു, ഇത് അവാർഡിന് അടക്കം നല്ലൊരു ക്യാരക്ടറാണ്. ഇതൊക്കെ നമ്മൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്നിനും അടിച്ചില്ല എന്നുള്ള സിനിമാ തിയേറ്ററിലേക്ക് തന്നെ മര്യാദക്ക് വന്നില്ല ഈ പടം. പിന്നെ എന്തുകൊണ്ട് അവർ ഒരുപക്ഷെ അശോകനൊരു അംഗീകാരം വാങ്ങി നൽകാൻ കഴിയുമായിരുന്ന ഒരു അഭിനയമായിരുന്നു. അംഗീകാരത്തേക്കാൾ ഉപരി ഇത് കുറേ പേര് കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം അവരുണ്ടാക്കിയാൽ മതിയായിരുന്നു. നല്ല രീതിയിൽ ഇത് ആ സമയത്ത് ഞാൻ ഈ അശോകനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ തന്നെ ഇത് കണ്ടത്. അത് ഞാൻ കാണില്ലായിരുന്നു. അതെ, അപ്പോൾ അതാണ് ആ പടത്തിന് സംഭവിച്ചത്. അല്ലാതെ എനിക്ക് പറ്റിയതല്ല അത്. ആ സിനിമയ്ക്ക് പറ്റിയതും അതിലഭിനയിച്ച് എനിക്കും പറ്റിയതും ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പലതും. അശോകൻ ഈ പറഞ്ഞ പോലെ ചെറിയ തുണ്ടിൽ അഭിനയിച്ച് ഒരു മുഴുനീള സിനിമയിലേക്ക് വന്ന് വൈവിധ്യമാർന്ന റോളുകൾ അഭിനയിച്ച് എന്തിനേറെ മലയാള സിനിമയിലെ നായക പരിവേഷത്തിലേക്ക് പോലും അശോകൻ ഉയർന്നു. നായകനായിരുന്നു. 1-2 സിനിമകൾ നായകനായിരുന്നു. ആകാശം ചെയ്തു, പിന്നെ കുസൃതി, 2 മലയാള സിനിമയിൽ നായകനായിരുന്നു. അങ്ങെത്തി. അതെ, എത്തിയ ശേഷമാണ് താഴേക്കുള്ളൊരു. അല്ല, നായകസ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു നടൻ തന്നെ നായകനാണെങ്കിലും അല്ലെങ്കിലും മലയാള സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അശോകൻ എത്താത്തൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. എല്ലാ തലങ്ങളിലും പോയി അശോകൻ തൊട്ടു, മുത്തവിട്ടു, ഒരുപാട് പ്രേക്ഷക പ്രശംസയ്ക്ക് വിധേയനായി. അതിൽ ചില സിനിമകളൊക്കെ വേണം എടുത്തു നിൽക്കുന്ന സിനിമകളാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരുപാട് സിനിമകളുടെ പട്ടികയിൽ ഒരുപക്ഷെ വിട്ടുപോയി എന്ന് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ചിന്തിക്കാവുന്നൊരു പടം കൂടിയുണ്ട്. ഈ പ്രകാശ് രാജനെ ഇട്ട് അശോകനൊരു പണി കൊടുത്തിട്ടുണ്ട്. ചീട്ട് കളിച്ചത് നല്ല വരട്ടെ. നമ്മൾ ഉടുമ്പൽപേട്ടിൽ കുറേ നാൾ കഴിഞ്ഞ് വളരെ രസകരമായ കുറേ ദിവസങ്ങളുണ്ട്. പാണ്ടിപ്പടയുടെ ലൊക്കേഷൻ അവിടെ വെച്ചിട്ട് ധാരാളം തമാശകളുണ്ടായിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രകാശ് രാജായിട്ട് എന്തോ ചീട്ട് കളിച്ച് ഒരു പ്രശ്നം ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല പ്രേക്ഷകരോട്, അത് അശോകൻ തന്നെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അത് പ്രകാശ് രാജ് ഒരിക്കലും മറക്കില്ലത്. പുള്ളി ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്, വളരെ റേഞ്ചിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഡെയിലി എന്നെ പുള്ളിയുടെ റൂമിൽ വിളിക്കും ചീട്ട് കളിക്കാനായിട്ട്. ഞാൻ പോകില്ല, കാരണം എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ കളിക്കണം, അത്രയും വലിയ റേഞ്ച്. അങ്ങനെ ഒരു
അങ്ങനെ കുറേ ദിവസം ഞാനും ഇന്ദ്രൻസും അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോരും. ഒരു ദിവസം പുള്ളി പറഞ്ഞു, സാറിന്ന് എല്ലാവരും വിളിക്കുന്നത്, സാർ ഇന്നൊക്കെ വരണം, നമുക്ക് വിളയാള സീറ്റ് കാർഡ്സ് വിളയാളാന്ന് പറഞ്ഞു. ഞാൻ വരാം, റൂമിൽ വരെ വേണ്ട, കാരണം മേലെ ഒരു ഓഡിറ്റോറിയം ഇരിക്കുക, നമുക്ക് അങ്ക വിളയാളാന്ന് പറഞ്ഞു. അങ്ക ചീട്ട് കളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളയാടാൻ പോയി. അപ്പോൾ എൻ്റെ ആകെ 2000 രൂപ ഉള്ളൂ. ഞാൻ അതുമായിട്ട് പോയി. റമ്മി അങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് TP മാധവൻ ചേട്ടനുണ്ട്, സീനത്ത് വെറുതെ കാണാൻ വന്നിരിപ്പുണ്ട്, ഞങ്ങൾ 3 പേരും ചീട്ട് കളിക്കുന്നു, നമുക്കൊരു ഫുൾ 500 രൂപ. ശരി. അപ്പോഴാണ് വൈക്കം ഗിരീഷ് ചേട്ടൻ വരുന്നത്, ഗിരീഷ് വൈക്കം. പുള്ളി വന്നിട്ടുണ്ട്, എത്രയാ? 500 രൂപ. 500 രൂപയൊക്കെ ഭയങ്കര ബോറാണ്. 500 സ്കൂട്ട്, 1000 മിഡിൽ സ്കൂട്ട്, 2000 ഫുള്ള്. ഞാൻ ഇങ്ങനെ ആന്തി, ഇല്ലെന്ന് പറയാൻ പറ്റും പൈസ, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സെറ്റ് ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാം. ഇത് ചീട്ട് കളിച്ചൊക്കെ അത്രയും പൈസ കളയുന്നല്ലൊരു വേദനയുണ്ട്. പോവാതിരിക്കട്ടെ എൻ്റെ ചീട്ടുകളി മാതാവ് എന്നും പറഞ്ഞ് ഞാൻ തുടങ്ങി. അങ്ങനെ 10 കളി ഞാൻ അടിച്ചു ഫുള്ള്. അങ്ങനെ 6000 രൂപ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അടിയും കളിയും ഇങ്ങനെ പോയി. പ്രകാശ് രാജിൻ്റെ ഇന്ന് മാത്രം 8000 രൂപ കിട്ടി. ഗിരീഷ് വൈക്കം ഒരു 3000 കടവും പറഞ്ഞു. പുള്ളി ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ കൊണ്ടുവന്ന് വിട്ട കടം പറയാനായിട്ട്. അങ്ങനെ ഒരു 11000 രൂപ മൊത്തം നമുക്ക് കയ്യിലായി, എൻ്റെ മുതൽ കൂടാതെ. അപ്പോൾ സീനത്ത് പറഞ്ഞു, ദൈവമേ 8000 രൂപ പോയാ സാറിൻ്റെ? അശോകന് 8000 രൂപ കിട്ടിയ? ഞാൻ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ചീട്ട് കളിച്ചത്. പ്രകാശ് രാജിന് 8000 രൂപ പോയല്ലോ, അതാണ് അവരുടെ വിഷയം. അതെ, ഇവർക്ക് വിഷമം. പിന്നെ 8000 രൂപ എനിക്ക് കിട്ടിയതിൻ്റെ ഒരു വിഷമം കൂടി. പിറ്റേ ദിവസം രാവിലെ പ്രകാശ് രാജ് ലൊക്കേഷൻ ചെല്ലുമ്പോൾ മെക്കാട്ടിന് ആദ്യം ചോദിച്ചു, സാർ ഇന്നലെ ചീട്ട് കളിച്ചിട്ട് 8000 രൂപ പോയാ? പ്രകാശ് രാജിനൊരു വിഷമം. ആമാ സാർ, അശോകൻ സാർ കയ്യിലിരിക്കിയത്, സാർ നല്ല കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഡൈലൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോൾ റാഫി, ഇന്നലെ 8000 രൂപ പോലെ സാർ? ആമാ. അത് കഴിഞ്ഞ് അടുത്ത ആൾ ആർട്ട് ഡയറക്ടർ, ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ദിലീപ് ഒക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. പുള്ളിക്ക് സങ്കടമല്ല, ഒരു ചളിപ്പായി. അവിടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നൊരു മൈക്കുണ്ട്. ആ മൈക്ക് പുള്ളി എടുത്തിട്ട് ഓൺ ചെയ്തു പ്രകാശ് രാജ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നേരത്തെ രാത്രിയിൽ നാനും അശോകൻ സാറും കൂടി ചീട്ട് വിളയാടിയാച്ച് 8000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയാച്ച്. ഓക്കെ, ആരും ചോദിക്കണ്ട. പക്ഷേ അശോകന് പ്രായമായില്ലെങ്കിലും അശോകൻ്റെ മകന് പ്രായമായി. മകന് പ്രായമായിട്ടില്ല, എനിക്കേ പ്രായമായിട്ടുള്ളൂ. മകന് പ്രായമായി, അശോകന് പ്രായമായില്ല. അതുകൊണ്ടാണല്ലോ അവൻ സിനിമയിലേക്ക് വന്നത്. അച്ഛാ, എന്ത് ചോദ്യം ചോദിക്കണം എന്നായിരുന്നു എൻ്റെ ചിന്ത ആദ്യം. 2 ദിവസമായിട്ട് ഇതിനെപ്പറ്റി മാത്രമായിരുന്നു ആലോചന. ഇന്നലെ രാത്രി കിട്ടി എന്ത് ചോദിക്കേണ്ടതെന്ന്. എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്കൊരു റോൾ മോഡലായിട്ടും അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനും അച്ഛനൊരു സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും ആരായിരുന്നു അച്ഛന് സപ്പോർട്ടായിട്ട് ഉണ്ടായത്? നല്ല ചോദ്യമാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മറുപടി ഞാൻ പറയാം. ആ കാലഘട്ടത്തിൽ, അശോകൻ്റെ കാലഘട്ടത്തിൽ സമൂഹമായിരുന്നു അശോകൻ്റെ ഗുരു. എൻ്റെ അനുഭവങ്ങളായിരുന്നു. നിനക്കൊന്നും അനുഭവങ്ങളില്ല, പക്ഷെ നിനക്ക് നല്ലൊരു അച്ഛനുണ്ട്. ഓരോ തലമുറ മാറുമ്പോൾ അന്നൊന്നും അശോകൻ അങ്ങനെ ഒരു ഈ പറഞ്ഞ മുൻ തലമുറയിൽ നിന്ന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ലില്ല. പക്ഷേ ഇപ്പോൾ എന്തെല്ലാം കൈമാറാൻ അശോകനുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മകനെ കണ്ടു കഴിഞ്ഞാൽ അനുജനാണെന്നേ പറയുള്ളൂ. അത് ശരിയല്ലേ? കണ്ടോ, അവരെല്ലാം ശരി. ഇനി ഇത് എൻ്റെ മാത്രം അഭിപ്രായം അല്ല അശോകൻ, വേറെ ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ആരെങ്കിലും വന്ന് പറയാം, ദയവ് ചെയ്തിട്ട് എന്നെ മാത്രം ഒറ്റപ്പെടുത്താതെ. അശോകേട്ടാ, മിമിക്രി കാലം മുതലേ നമ്മൾ തമ്മിൽ അറിയാല്ലേ. ഒരുപാട് സ്കിറ്റുകൾ പണ്ട് ചെയ്തിട്ടുണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട്. അന്ന് അശോകേട്ടനെ കാണുമ്പോൾ ഒരു വയസ്സനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കാലം കഴിയും തോറും അശോകേട്ടൻ ചെറുപ്പമായിട്ട് വരുന്നു. അതിൻ്റെ രഹസ്യം എന്താ അശോകേട്ടാ? പിന്നെ അതുകൂടാണ്ട് അന്ന് കണ്ട അതേ സ്വഭാവം തന്നെയാണ് അശോകേട്ടൻ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള ആർട്ടിസ്റ്റ് ആയപ്പോഴും കാണിച്ചത്. അന്നും ഇന്നും എന്നോട് ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. അപൂർവം ചിലവരിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. എങ്ങനെ അശോകേട്ട അതങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? ഓവറായോ എന്ന് സംശയമുണ്ട്. ഓവറായി മാത്രമല്ല, ഇത് അശോകൻ്റെ ഒരു പണി കൊടുക്കാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇതിപ്പോ 2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട്. പണ്ട് എന്തുകൊണ്ട് ആ വർക്കൗട്ട് ഇല്ലാതിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ട്. പണ്ട് പട്ടിണി കിടന്നുകൊണ്ട് എൻ്റെ ആരോഗ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോൾ ആ ആരോഗ്യം ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് നല്ലതാണെന്ന് ഇപ്പോൾ അത്
തടി വെക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ യോഗയും എക്സസൈസും ഒക്കെ ചെയ്യും. പണ്ട് ദുർമേധസ് ഉണ്ടാവില്ലായിരുന്നു, ഇപ്പം ദുർമേധസ് ഉണ്ടാവും. ശരിയല്ലേ? എല്ലാം കൊണ്ടും ആയിരിക്കും. അശോകൻ്റെ വേറൊരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത തെസ്നി കാണിച്ചിരുന്നു. അതിന് ഒന്നും കൂടെ തെളിയിച്ച് പറയിക്കാൻ വേണ്ടി ആരൊരാൾക്ക് താല്പര്യമുണ്ട്. നോക്കാരാണ്? റിമോട്ടായ ഒരു കാരണക്കാരൻ മാത്രമായ എന്നെ ഓരോ കാര്യത്തിലും ലേഖനം എഴുതുമ്പോഴും ഇൻ്റർവ്യൂകളിലായാലും പ്രസംഗങ്ങളിലായാലും അശോകൻ എഴുതിയ പുസ്തകത്തിലും എല്ലാം എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറ്. അപ്പോൾ ചില കുട്ടികൾ എന്നോട് തിരിച്ചു ചോദിക്കും, ഈ സ്വഭാവം നേടുവാൻ എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊണ്ട് സാധിക്കുമോ? ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്ത് പോകണമോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇതെല്ലാം ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കൃത്യമായ അഭിപ്രായം കേൾക്കണമെങ്കിൽ ഹരിശ്രീ അശോകനിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഇതാ ഇന്ന് എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഈ ചോദ്യം പബ്ലിക്കായിട്ട് ചോദിക്കുവാൻ എനിക്കൊരു അവസരം കൈവന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്. ഈ ഉത്തരം എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. ദയവായി പറഞ്ഞാലും. അഡ്വക്കേറ്റ് പ്രകാശ്. പ്രകാശ് സാറാണ് താങ്കളെ കലാഭവനിൽ ആദ്യം കൊണ്ടുപോകും. കലാഭവനിലേക്ക് അതൊരു ദിവസം രാവിലെ ഇതുപോലെ തന്നെ രാവിലെ വീട്ടിൽ അന്ന് വരാന്തയിലാണല്ലോ കിടക്കണത്. അന്ന് അഡ്വക്കേറ്റ് സാറ് പ്രകാശ് സാറായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് വന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഒരു കുഴപ്പത്തിനും പോകാത്ത എൻ്റെ വീട്ടിൽ എന്താണ് അഡ്വക്കേറ്റ്. അങ്ങനെ വന്ന് ചായ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, മോഹം കഴിയിട്ടുവാ, പേടിക്കാനൊന്നുമില്ല, ഞാൻ കലാഭവൻ്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. സമാധാനമായി. പുള്ളി പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്ന് കലാഭവൻ്റെ ഗാനമേളയുടെ ഇൻ്റർവെല്ലിൽ മിമിക്രി പറയാനായിട്ട് വേണം ഒരാൾ, അതിന് വരണം, അത് പറയാനെന്ന് തന്നെ. ഓ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, 2 പേര് വരും, എന്നാലും എൻ്റെ ഒരു പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നോക്കിയപ്പോൾ ഒരാളെങ്കിലും നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം എന്നെ കലാഭവനിലേക്ക് ആനയിച്ച ആളാണ്. അതെ, റിക്രൂട്ട് ചെയ്ത ആളാണ്. അതെ അതെ അതെ. അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടില്ലേ? അശോകൻ്റെ ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതിപ്പോൾ എന്തെന്നാ പറയണം അതിന് ഞാൻ അങ്ങനെയാണ്. അത് അത്രേ ഉള്ളൂ. ഞാൻ ജനിച്ചതും വളർന്നതും ശീലിച്ചതുമായിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ നിന്ന് കിട്ടിയ എൻ്റെ അനുഭവങ്ങൾ വെച്ച് കിട്ടിയൊരു സ്വഭാവമാണ്. പിന്നെ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവിടെ ഒത്തിരി പൈസ ഇല്ല, അല്ലെങ്കിൽ പട്ടിണിയാണെന്നല്ലാതെ സ്വഭാവങ്ങൾക്ക് ആർക്കും വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും വളരെ ഏറ്റവും നല്ല സ്നേഹിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. വരട്ടെ. ലോകത്തിൽ തന്നെ താടി വെച്ച് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച റെക്കോർഡ് ഒരുപക്ഷെ അശോകേട്ടനായിരിക്കാം. ഒരവസരത്തിൽ ഇക്കാര്യം എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരോ ഷെയർ ചെയ്ത് അതിനുള്ള ഒരു റെക്കോർഡ് നേടിയെടുക്കാനും ഒന്നും അശോകേട്ടൻ ശ്രമിച്ചില്ല. ഈ ആത്മാഭിമാനമാണോ ഇതിന് വിലങ്ങുതടിയായി മാറിയത്? ഇത് താടിയെയും ആത്മാഭിമാനത്തെയും കൂടെ മൂപ്പർ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എൻ്റെ പുസ്തകം എഴുതിയത് പുള്ളിയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ താടി വെച്ച് 10-250 ചിത്രം ചെയ്തതല്ലേ, ഇതിനൊരു അവാർഡ് വാങ്ങിക്കൂടെ? ഞാൻ അവാർഡ് വാങ്ങുന്നതല്ലല്ലോ, അവാർഡ് തരുന്നതല്ലേ. അല്ല, അങ്ങനെയല്ല, ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ വേണമെങ്കിൽ ഇതിനൊന്ന് ശ്രമിക്കാമല്ലോ എന്ന് പറഞ്ഞു. അവരങ്ങനെ അവർ അറിഞ്ഞു തന്നെങ്കിൽ തരട്ടെ, അല്ല ഞാനിത് ഗിന്നസ് ബുക്കിലേക്ക് തരണേന്നും പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. പക്ഷേ ഈ താടി സിനിമയിലെ റോളുകളെ കുറച്ചിട്ടുണ്ടോ അശോകൻ? ഇല്ല അല്ലേ? സാധാരണ ഇതിൽ കുറയ്ക്കേണ്ടതാണ്. കുറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വന്ന സമയത്തൊക്കെ താടി ഇല്ലാത്തതുകൊണ്ട് പല പോലീസ് വേഷവും പെൺവേഷം കെട്ടേണ്ട അവസ്ഥകളൊക്കെ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ വേഷങ്ങൾ അന്ന് താടി എടുത്താൽ വേഷം കണ്ടിന്യൂറ്റി ആയിരുന്നു മറ്റു പടങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുകളായിരിക്കാം ചിലപ്പോൾ പിന്നീട് താടി വെച്ചിട്ടുള്ള ക്യാരക്ടർ നമ്മൾ പെൺവേഷങ്ങൾ ചിലപ്പോൾ കിട്ടാതെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ വേഷം കെട്ടേണ്ട സമയങ്ങൾ അങ്ങനെ വന്നിട്ടുള്ള പടങ്ങൾ കിട്ടാതെ പോയിട്ടുള്ളത്. പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോഴും താടി വെച്ചിട്ട് പെൺവേഷം കെട്ടാനും പോലീസ് വേഷം കെട്ടാനും എനിക്ക് മാത്രമേ പെർമിഷനുള്ളൂ, പറ്റിയിട്ടുള്ളൂ. ആ പെർമിഷൻ അശോകന് മാത്രമുള്ളതാണ്. അതെ. വിവാഹം ഒരു സംഭവമായിരുന്നല്ലേ? മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യയെ പോയി കണ്ടതല്ലേ? എവിടെ നിന്ന് കിട്ടി? മീൻ വെട്ടുന്ന പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞങ്ങ് പോന്നു. ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞ പെണ്ണിനല്ല, മീനിനാണ് ഇഷ്ടം. മീനിനെയാണ്. പക്ഷെ അവർ തെറ്റിദ്ധരിച്ചു. അവിടെ നമ്മൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അത് മീൻ വെട്ടണം, അതൊന്ന് റെഡി ആയിട്ട് വരും. ഞാൻ ഒന്ന് റെഡിയാവൊന്നും വേണ്ട, അവിടെ ഇരുന്നാൽ മതി. അവിടെ കൊള്ളാം, ഓക്കെ മീൻ കൊള്ളാം, മീൻ കൊള്ളാം അവർ. പക്ഷേ ഒരു എന്താ പറയുക, എനിക്ക് എൻ്റെ ഫാമിലിക്ക് എനിക്ക് മാത്രം ഇണങ്ങിയാൽ പോരാ. ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയെയും കൂടി നോക്കേണ്ടവളാണ്. എൻ്റെ മീൻ എൻ്റെ അച്ഛനും കുടുംബത്തിൻ്റെ ഒരു വിളക്കാണ്. അതെ, അങ്ങനെ എല്ലാ എടുത്തിമാരും അങ്ങനെ തന്നെ കേട്ടാ. അതുകൊണ്ട് തന്നെ മകനെ തന്നു, മകളെ തന്നു. അതെ അല്ലേ? 2 പേരെ, 2 മക്കൾ, പൂർണ്ണ സംതൃപ്തി. മകൻ വന്ന സ്ഥിതിക്ക് മകൾ വന്നില്ലെങ്കിൽ വീട്ടിലൊരു കലാപം ഉണ്ടാവും. അതെ. ഹലോ അച്ഛാ, അച്ഛനോട് ചോദിക്കാനും പറയാനും ഞങ്ങൾ തമ്മിൽ ഒരു സീക്രറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ അച്ഛനോട് ചോദിക്കാൻ എനിക്കൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ചോദിക്കേണ്ടതൊരു ആവശ്യമായതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടി വെച്ചൊരു ചോദ്യം ഞാനിപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ചോദിക്കാൻ പോവാണ്. അച്ഛൻ ഇങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അച്ഛൻ ആരുടെയും മുമ്പിൽ പറഞ്ഞിട്ടില്ല. ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ അത് പറയുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ എന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അച്ഛനോട് അത് ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു കമൻറ്റ് അച്ഛനോട് പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ചാണ് അച്ഛനോട് ചോദിക്കാനുള്ളത്. അത് വളരെ സ്ഫുടമായിട്ട് നല്ല ഫോർമുലേഷനാണ്. അയ്യോ ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു 40 ദിവസം 35 ദിവസത്തോളം ഞാൻ അമേരിക്കയിൽ മാറി. ഇപ്പോൾ ഏപ്രിൽ മാസത്ത് പ്രോഗ്രാമിന് പോയി. എൻ്റെ വീട് പണി കംപ്ലീറ്റ് നോക്കിയത് അവളാണ്. ഭയങ്കരമായിട്ട് വലിയൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. ഭയങ്കര എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കും. വീട്ടിൽ കളക്ടറാ? കളക്ടറിനേക്കാൾ വലിയൊരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചിന്തിക്കാത്ത ചില സ്ഥലങ്ങൾ അവൾ നമുക്ക് സ്പോട്ട് ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ വന്നാലോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ വന്നു അതവർക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പിൻ്റെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ അറിയാം, വിശക്കുന്നവരുടെ ഒരു വേദന അറിയാം. അതുകൊണ്ട് ഞാൻ ഒരുപാട് പേര്, എൻ്റെ അമ്മയും വൈഫും ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ വളർത്തിയെടുക്കാൻ. അതെ, വളരെ എല്ലാവരോടും ഒരുപോലെ സ്നേഹമുള്ളൊരു അമ്മ. നമ്മളോടും തന്നെ, മക്കളോടും മാത്രമല്ല, ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരൊരു സാന്ത്വനമാക്കുക. ഒരാളോട് കയർത്ത് വർത്താനം പറഞ്ഞത് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ അശോകൻ്റെ മനസ്സിലെ വലിയൊരു സ്വാധീനമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ നമ്മൾ എങ്ങനെ ജനിച്ചു വളർന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ളപ്പോൾ നമുക്ക് ആര് നമ്മളോടൊരു സഹായം ചോദിച്ചു തന്നെ അവർക്കൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അയാളുടെ ഒരു ഓഹരി കൊടുക്കുക എന്നുള്ളത് അന്നും ചെയ്യാറുണ്ട്, എന്നും ചെയ്യുന്നുണ്ട്. അതെല്ലാവരും ചെയ്യണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. മകള് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന കാര്യം 4 പേരോട് പറയുന്നതിൽ ഒരു പബ്ലിസിറ്റി അല്ല പ്രധാനം, അതൊരു പ്രചോദനമാണ്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒരു ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ അറിയട്ടെ. അറിയുന്നതിന് എന്താ തരാറ്? അല്ല, അറിയണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞറിയുന്നുണ്ടല്ലോ. എനിക്ക് ഇന്നിങ്ങനെ സഹായിച്ചു, എനിക്കിന്നെ വീട് വെക്കാൻ പൈസ തന്നു, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാൻ പൈസ തന്നു, എനിക്ക് ഭക്ഷണത്തിന് പൈസ തന്നു, എനിക്ക് അസുഖത്തിന് പൈസ തന്നു. അവർ പറയാതിരിക്കില്ലല്ലോ, അവരെന്തായാലും പറയും. സാമ്പത്തികമായിട്ട് അശോകൻ പൂർണ്ണ സംതൃപ്തനാണ്? അല്ല. സംതൃപ്തം തന്നെ എനിക്കിങ്ങനെ ഒരുപാട് കോടി ഉണ്ടാക്കാൻ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴും കടത്തിലാണ്. അതെ, കാരണം അതിവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്താ വെച്ചാൽ അതെനിക്ക് ഭയങ്കര ധൈര്യമുണ്ട്. കാരണം എനിക്കെൻ്റെ ആരോഗ്യം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞു ഇങ്ങനെ എന്താണ് പടങ്ങൾ പറഞ്ഞു, എനിക്കൊരു പേടിയില്ല, ഒരു വിഷമമില്ല. നമ്മളെ അച്ഛൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, മക്കൾ, എൻ്റെ സഹോദരന്മാർ, കൂട്ടുകാരടക്കം എന്നെ ഉപേക്ഷിക്കുമെന്നല്ല ഞാൻ പറയണത്, ഉപേക്ഷിച്ചാലും എൻ്റെ കയ്യിലുള്ള, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു കലയുണ്ടല്ലോ, അതിനെ ഉപേക്ഷിക്കില്ല. നല്ല ധൈര്യമുണ്ട്. ആ ധൈര്യമാണ്. ഈ കൊല്ലം ഞാൻ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് സിനിമ കുറഞ്ഞുകൊണ്ടൊന്നുമല്ല. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ഹിറ്റ് പടമാണ് പഞ്ചാബി ഹൗസ്. അതിൽ റാഫി മക്കാടൻ കടഞ്ഞെടുത്തൊരു ക്യാരക്ടറാണ് രമണൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നേരത്തെ കണ്ട എൻ്റെ ക്യാരക്ടർ. ആ രമണൻ ത്രൂ ഔട്ട് സ്റ്റേജിൽ വരുന്ന ഒരു പരിപാടിയാണ് ഞാൻ തുടങ്ങിയ ഈ വർഷത്തെ മുതലാളി ജംഗ ജഗ ജഗ എന്നാണ് ആ പരിപാടിയുടെ പേര്. അതിൽ രമണൻ ത്രൂ ഔട്ട് പഞ്ചാബി ഹൗസിലെ കല്യാണത്തിന് മാത്രം ഉണ്ടാകുന്ന, അതിൽ ഗാനമേള ഉണ്ടാവും, സ്കിറ്റ് ഉണ്ടാവും, ഡാൻസ് ഉണ്ടാകും. അത് മലയാളത്തിലെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. എൻ്റെ ഒരു ക്ലൈമാക്സും ഉണ്ട്. ഈ സ്റ്റേജിൽ നിന്ന് അശോകൻ ഒരുപാട് ഊർജം ആർജിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വീണ്ടും നമ്മൾ JB ജംഗ്ഷനിൽ കാണുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. 2 വരി പാട്ടിലൂടെ അശോകൻ. എൻ്റെ ഈ പ്രോഗ്രാമിൽ ഞാൻ രമണനായിട്ട് വന്നിട്ട്, പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വന്നിട്ട് ഞാനൊരു പാട്ട് പാടുന്നുണ്ട് അതേ വേഷത്തിൽ. അത് കൊച്ചിയിലെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊരു 4 വരി പല്ലവി മാത്രം ഞാൻ പാടാം. കൊച്ചിയിലെ പിടികൊതുക മച്ചു, പട്ടി കടിക്കണ പോലെ കടിക്കും മച്ചു. നുമ്പട കൊച്ചിയിലെ പിടികൊതുക, പട്ടി കടിക്കണ പോലെ കടിക്കും കൊതുക. ഊശാന്താടി മുടിയും നീട്ടി ബൈക്കിൽ പിള്ളേർ ചെത്തി നടക്കും. ജംഗ ജഗ ജഗ ജംഗ ജഗ ജഗ. വീട്ടിൽ പട്ടിണിയാണെന്നാലും ബ്രാൻഡഡ് കളസം ഇട്ട് നടക്കും. ഉള്ളത് മുഴുവൻ വിറ്റ് പെറുക്കി ഓബ്രമാളിലും ലുല്ലുമാളിലും ഒക്കെ കൂതറ വേഷം കെട്ടി ന്യൂ ജനറേഷൻ തെണ്ടി നടക്കും. നോക്ക് മുതലാളി ജംഗ ജഗ ജഗ.